ഇതാണ് പിതാവായ ദൈവം. അതല്ല, നടുക്കിരിക്കുന്നതാണ് പിതാവായ ദൈവം. അത് നടുക്കിരിക്കുന്നതാണ് പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ. പിന്നെ നോക്കിയേ, ഈ രണ്ടുപേരും നോക്കിയിരിക്കുന്ന അങ്ങോട്ടാ, ഈ പിക്ചറിലേക്കാ. അപ്പം ഇതല്ലേ പിതാവായ ദൈവം? അതാ പടം വരച്ചത് തെറ്റിപ്പോയതാ. നടുക്കുള്ളതാണ് പിതാവായ ദൈവം. എന്താണ് മക്കളെ ദൈവത്തെ വെച്ചൊരു കളി? പക്ഷെ കുറെ നാളുകൊണ്ടുള്ള ഡൗട്ടാണ്. 3 ചിത്രങ്ങളുണ്ട്. 3 ചിത്രത്തിൽ ഏതാണ് പിതാവായ ദൈവം എന്ന് ആർക്കും പറഞ്ഞൂടാ. മധ്യഭാഗത്തുള്ളതല്ല, ഈ ഇടതുഭാഗത്തുള്ളതാണ് പിതാവായ ദൈവം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇടതുഭാഗത്തുള്ളതാണ്. കാരണം പറ. അത് ഒന്നാമത്തെ കാരണം, ഇതിനകത്ത് കാണപ്പെടുന്ന ചെറിയ നീല നിറത്തിലുള്ള വസ്ത്രം അത് ഉള്ളിലാണ്. അതായത് പിതാവായ ദൈവത്തിന്റെ മഹത്വവും ദൈവികത്വവും വെളിപ്പെട്ടിട്ടില്ല, അത് രഹസ്യമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പുറത്തായിട്ടാണ് സുവർണ നിറത്തിലുള്ള മേലങ്കി കാണുക. അത് പിതാവായ ദൈവത്തിന്റെ ദൈവികത്വത്തെയും മഹത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പിതാവായ ദൈവം ഈ സൈഡാണ്. അതെ. ഇതിൽ ആരാണ് ഇനി പരിശുദ്ധാത്മാവും യേശു? മധ്യഭാഗത്ത് കാണപ്പെടുന്നതാണ് ക്രിസ്തു. അതായത് ഈ ചെമന്ന നിറത്തിലുള്ള വസ്ത്രം മിശിഹായുടെ മനുഷ്യാവതാരത്തെയും മനുഷ്യത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. നീല നിറം പുത്രനായ ദൈവത്തിന്റെ മഹത്വത്തെയും കൃപയും പ്രതിനിധാനം ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അങ്ങേയറ്റത്ത് വരും. പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നീല നിറം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പുതുജീവനെ ആയിരിക്കും അടയാളപ്പെടുത്തുക. അപ്പോഴുണ്ടല്ലോ അച്ഛാ, ഇവര് എന്തിനെ പറ്റിയായിരിക്കും ഈ സംസാരിക്കുന്നത്? ഇവർ 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പിതാവായ ദൈവം രക്ഷാകര പദ്ധതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും തലചായ്ച്ച് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഈ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്ര ഭാഗം, അതിന്റെ ഹീറോ എന്ന് പറയുന്നത് പുത്രനായ ദൈവമാണ്. അതുകൊണ്ടാണ് പുത്രനായ ദൈവത്തെ മധ്യത്തിൽ വരച്ചിരിക്കുന്നത്. അഭിലച്ച, ഈ മരവും ഈ കുന്നൊക്കെ അത് ഒരു സ്റ്റൈലിന് വേണ്ടി വരച്ചേക്കുന്നത്. അത് സ്റ്റൈലിന് വേണ്ടിയിട്ടൊന്നുമല്ല. മരം എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാത്തിനെയും പ്രതിദാനം ചെയ്യുന്നു. ആ കുന്നെന്ന് പറയുന്നത് ജീവനില്ലാത്ത എല്ലാത്തിനെയും പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടലി ഈ ത്രിത്വത്തിന്റെ ഈ ചിത്രം മനുഷ്യരുടെ രക്ഷാകര പദ്ധതിയെയും സർവ്വതിനെയും പ്രതിദാനം ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ ചിത്രത്തിന്റെ സംശയം തീർന്നില്ലേ? പക്ഷെ മറ്റൊരു ഡൗട്ട് നിലനിൽപ്പുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ദൈവം, അപ്പോൾ ഈ 3 പേർ എങ്ങനെ?